വഴിയോര കച്ചവടക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കട തുടങ്ങി അതൊന്ന് മെച്ചപ്പെട്ട് വരുമ്പോഴേക്കും തൊട്ടടുത്ത് തന്നെ ഒരു കട വന്നിരിക്കും. ഇത് മലയാളികളുടെ സ്ഥിരം ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാണാം. ഇതിനോട് ചേർത്ത് വെച്ചോ. അറിയാമോ? അപ്പോ അത് വേണ്ട. ഇത് വെക്കണ്ടേ? തീ എടുത്തിട്ടേക്ക് റോഡ് സൈഡ് തീയിട്ട് വെച്ചേക്കണം അങ്ങനെ. വെള്ളമൊക്കെ എടുത്ത് പോരി. നിങ്ങൾ പോയിട്ടെ തിരിച്ചു വരും. എത്ര മണിക്ക് വരും? ഈ കടകാരും മറഞ്ഞ് ചവരം കൊണ്ട് പെണ്ണോട്ട് പിടിച്ചാണ്. മുളക് കീറി 2 കീറി ചുമ്മാ ആവശ്യം അറിഞ്ഞു തുടങ്ങിയ സംസാരിക്കല്ലേ. ഞങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുവല്ലേ. അത് ഇച്ചിരി അപ്പുറത്തോട്ട് മാറിയാണേലും കുഴപ്പമില്ല. ഞങ്ങൾ ഈ വേസ്റ്റ് എല്ലാം കളയാം. നമുക്ക് ഇവിടെ ഇത്തിരി സ്പേസ് ഇവിടെ ഞങ്ങൾ ഇന്നലെ വന്ന് നോക്കിട്ട് പോയതാ. എന്നാലും ഞങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരുന്നതല്ലേ. ഞങ്ങൾ ഇപ്പൊ അങ്ങനെ വന്നപ്പോ കണ്ടോ ഇവിടെ എങ്ങനെ കിടന്നേ. നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ. പിന്നെന്തോ അങ്ങനെ പറഞ്ഞെന്തുവാ? അല്ല ഇച്ചിരി അപ്പുറത്തോട്ട് നമ്മൾ അല്ല നിങ്ങൾ ഇന്നലെ വന്നെങ്കിൽ നിങ്ങൾ ഇതൊന്നും വൃത്തിയാക്കി ഒന്നുമില്ലല്ലോ. രാവിലെ തൊട്ട് തന്നെ എനിക്ക് വയ്യാത്ത. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ അങ്ങനെ വയ്ക്കാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. ഇവിടെ വയ്ക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ തൂത്ത് തെളിച്ചിടണമായിരുന്നു. നിങ്ങളോട് പറഞ്ഞ റോഡിന്റെ അരിവ് മൊത്തം തൂത്തുവാരാൻ നിങ്ങളോട് പറഞ്ഞായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ആ പരിസരം വൃത്തിയാക്കണമെന്നുള്ളൊരു ഇതുണ്ടല്ലോ. അത് നിങ്ങൾ വൃത്തിയാക്കണം. ഞങ്ങൾ ഇവിടെ മേശ എല്ലാം പാത്രം എല്ലാം കഴുകും എല്ലാം ചെയ്തോണ്ടിരുന്നത് ഇവിടെ. ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഇവിടെ സൗകര്യം. ഒരാൾക്ക് മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരാള് ചെയ്തോണ്ടിരുന്ന അകത്ത് കയറ്റിക്കൊണ്ട് ഞങ്ങൾ പിന്നെ കഴുകിയും പെറുക്കി എങ്ങോട്ട് അപ്പുറത്തെ സ്ഥലം ഉണ്ടല്ലോ, കഴുകാനും പെറുക്കാൻ അപ്പുറത്തെ സ്ഥലം ഉണ്ടല്ലോ. ഇന്നലെ വന്ന് കാണെങ്കിൽ പിന്നെ ഇന്നലെ വന്ന് കണ്ടോ ഇങ്ങനെ ആ മിടുക്കുള്ളവര് കണ്ടിട്ട് പോയതാണ്. കച്ചവടം ചെയ്ത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങളെടുത്ത് തലവെച്ചോട് കിടക്ക് വൃത്തിയാക്കിയിടാം. തലവെച്ചോട് കിടക്ക് വൃത്തിയാക്കിയിടാം. അവർക്ക് എഴുതി കൊടുത്ത പോലെ ഒരാരെങ്കിലും ആവശ്യപ്പെട്ടു ഇവിടെ മൊത്തം തൂത്ത് വൃത്തിയാക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അത് വന്നപ്പോ പോലെ ചൊറിയുന്നല്ലോ. ചേട്ടാ വെള്ളം കുടിച്ചിട്ടോ? ചേട്ടാ വെള്ളം കുടിക്കാനാണോ? വണ്ടി ഇവര് വന്ന് ഇവിടെ വന്ന് വെള്ളം ഇതെല്ലാം കുടിച്ച് ഞങ്ങൾ ഇതെല്ലാം തിരിച്ച് പഠിച്ചു ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ഇപ്പൊ ഇവരൊക്കെ ഇവിടെ കട വെച്ചു. ഇപ്പൊ ഇവരുടെ ഞങ്ങൾ അത്രയും ഇരിക്കുന്ന വെറുതെയാണോ ഇരിക്കുന്നത്?
ചേട്ടാ നിങ്ങൾ വെറുതെ ഇരിക്കാതിരിക്കേ. ഇല്ല അത് നടക്കുകയല്ല നടക്കുകയില്ല. നീ വെള്ളം ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ഒക്കുകയില്ല. ഒന്ന് അവിടെ നിന്ന് ഞങ്ങൾ എത്ര ഞങ്ങൾ നടക്കില്ല ചേട്ടാ, നടക്കത്തില്ല. ആ പരിപാടി നടക്കുകയില്ല. നമുക്ക് ഇതിന്റെ വേണ്ടപ്പെട്ടവരിൽ നമ്മൾ 3-4 ദിവസമായിട്ട് കഷ്ടപ്പെടുത്താം. ആയിക്കോട്ടെ. നിങ്ങൾ 3-4 ദിവസം 1 വർഷം 2 വർഷം കഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എന്താ? നിങ്ങൾ വെള്ളം കൊടുത്താൽ നിങ്ങളുടെ ആരെങ്കിലും ആവശ്യം പൈസ മേടിക്കോ? ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം ഒരാൾക്ക് കൊടുക്കുന്നതിന് പൈസ വാങ്ങിക്കുവോ? ആ ഒന്ന് വാങ്ങര് ഒക്കെ കാണാലോ. ഇത് ചതിയാ വല്ലാത്തൊരു ചതിയാ വായ്ക്കുള്ള പുഞ്ചിരി മധുരം ഹൃദയം മുഴുവൻ കളിയാ. ഇങ്ങോട്ട് വരിക ചേട്ടാ, അവിടെ ചെന്ന് കുടിക്കണം. നിങ്ങൾ അവിടെയല്ലേ ആദ്യം ഓർഡർ ചെയ്തത്? നിങ്ങൾ ഇവിടെ അല്ലേ ആദ്യമേ വന്നത്? നമുക്കിപ്പോ എവിടെയെങ്കിലും വെള്ളം കുടിച്ചു മാത്രമേ മധുരം കുടിച്ചോ? മധുരം ഉണ്ടോ ഇല്ലയോ? ടാങ്ക കൊള്ളാലല്ലേ? കുടിച്ചു നോക്കട്ടെ. ടാങ്ക കുഴപ്പമില്ല. സോഡയും അല്ലേ? അല്ല അവര് ഞങ്ങൾ തുടങ്ങിയതാ അവര് ആ പെണ്ണുമ്പോഴുടെ ചെലപ്പ്. നിങ്ങൾ അവിടെ വന്നാ ഞങ്ങള് ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാ ഞങ്ങള് ഇവിടെ ഞങ്ങള് കച്ചവടത്തിന് വന്നതല്ലേ? നല്ല വെള്ളം അവർക്കറിയാം. നല്ല വെള്ളം കൊള്ളാമോ? സാധനങ്ങളാ അടിപൊളി സാധനം. അവർക്കറിയാം നല്ല സാധനം. ചുമ്മാ മറ്റേമാരാക്കുന്നത് ശരിയല്ല. ശരിയല്ല. അല്ല നിങ്ങൾക്ക് എഴുതി തന്നേക്കോണേ റോഡ് മുഴുക്കെ വഴിയോര കച്ചവടം എന്ന് പറയുന്നത് എന്തിനാ? വഴിയോര കച്ചവടം ഒരാൾക്ക് മാത്രം ചെയ്താൽ മതിയോ? ഒരാൾക്ക് മാത്രം ചെയ്താൽ മതിയോ? വഴിയോര കച്ചവടം ഒരാൾക്ക് മാത്രം ചെയ്താൽ മതിയോ? പക്ഷെ ഇങ്ങനെ കാണിക്കരുത്. നിങ്ങളുടെ ആരും റോഡ് തെളിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? പരിസരം വൃത്തിയാക്കണം നമ്മുടെ കടമയാണ്. വേറെ കൂടുതൽ ശരി, നിങ്ങളുടെ കടമ നിങ്ങൾക്ക് എന്താ ദോഷം കൊണ്ടാ? അല്ലേ ഒരാൾക്ക് മാത്രം കച്ചവടം നടത്തിയാൽ മതി. വഴിയോര കച്ചവടം പിന്നെ നിങ്ങളുടെ കെട്ടിയാൻ പറഞ്ഞതാ? ഒന്ന് അടിച്ചു നോക്കേ. വഴക്കുണ്ടായി കഴിഞ്ഞാൽ എന്നാ ചെയ്യും? തെളിക്കുന്നു. തെളിച്ചാൽ ഇത് നിങ്ങൾക്ക് റോഡ് കഴിവ് ആരെങ്കിലും പറഞ്ഞ റോഡ് കഴിവാൻ വൃത്തിയാക്കാൻ ആരെങ്കിലും പറഞ്ഞ? ഞങ്ങൾ ഇവിടെ വന്ന് ഇന്നലെ നോക്കി ഞങ്ങളിവിടെ ഇന്നലെ വന്ന് നോക്കിയിട്ട് പോയതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പണി ചെയ്തത്? ഞങ്ങൾ ഇന്നലെ എന്ത് വർത്താനം പറയില്ലേ? കളി മാറും. ആ പിന്നെ ഞങ്ങൾ വെള്ളം വേണമെങ്കിൽ ഒരു ഗ്ലാസ് തരാം. നിങ്ങൾ കുടിച്ചു നോക്കൂ, കുടിച്ചു നോക്കൂ. ഒരു ഗ്ലാസ് കുടിച്ചു നോക്കിയിട്ട് പറയാം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തെ. ആരും പരാതികൾ വന്നില്ല. അഴുക്ക് വെള്ളം നിങ്ങൾ നല്ലതാണ്. നിങ്ങൾ കൊണ്ട് കൊടുക്കാർക്കില്ല. ഞങ്ങളെ കുടിപ്പിക്കണോ നിങ്ങളുടെ നല്ലത്? ശരിയല്ല. ഈ കട കുടിക്കാൻ 20 രൂപ. ആ പുള്ളി അവിടെ അവര് 2 വെള്ളമല്ലേ? 2 വെള്ളമല്ലേ? 20 40. ചില്ലറയില്ല. സംശയം ഞങ്ങളെ വെള്ളം തന്നെ നല്ലത്. നിങ്ങൾ അഴിക്കാമല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വരാത്തത്. മനസ്സിലായില്ലേ? ഞങ്ങൾ നിങ്ങളുടെ എന്തോ മോശമായിട്ട് പെരുമാറി. ഹലോ, ഞങ്ങൾ നിങ്ങളുടെ എന്തോ മോശമായിട്ട് പെരുമാറി. ഞങ്ങൾ മാറിപ്പോ ചാടിക്കാനായിട്ട് അവർക്കങ്ങ് തീരെ എഴുതി കൊടുത്തേക്കുള്ളൂ. അവർക്ക് മാത്രം വഴിയോര കച്ചവടം ചെയ്യും. നിങ്ങളുടെ ആരെങ്കിലും ആവശ്യപ്പെടും ഇവിടെ മൊത്തം തൂത്തുവാരി വൃത്തിയാക്കാൻ? ഞങ്ങളുടെ പരിസരമേ ഞങ്ങള് നിങ്ങൾക്ക് നിങ്ങളുടെ വീടാണോ? ഞാൻ കഴി തന്ന
കൊള്ളാമോ? ഇത് നമ്മൾ കുറച്ച് സമയമാണ് ഇനി സ്ഥിരം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഇതേപോലെ വെള്ളം കൊടുക്കും. ആര് നിങ്ങൾ ചീത്ത വിളിക്കുന്നതിനാണ്? നിങ്ങൾ ചീത്ത വിളിക്കണം. പിന്നെ നിങ്ങൾ അടിക്കും. എങ്ങനെയുണ്ട് വെള്ളം? പിന്നെ നല്ലതല്ലേ? 10 രൂപ ചുമ്മാതിരിക്കുന്നത്. അവര് 2 ആഴ്ച കൊണ്ട് അവർ ചുമ്മാ കുത്തിയിരിക്കുന്നത്. നല്ല വെള്ളം കൊടുത്ത ആൾക്കാർ ഒന്ന് മേടിച്ചൊന്ന് കുടിക്കും. ദാഹത്തിന് നല്ല രുചിയുള്ള വെള്ളം കൊടുക്കണം. ഞങ്ങളെ ഇതുവഴി ദാഹിച്ച് നടന്ന് പറന്ന് പോണവർക്ക് 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പള്ളിപ്പെരുന്നാളൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കാൻ. ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇന്ന് 10 രൂപ, നാളെ 15 രൂപയാക്കും. ആരന്റെ വിളിച്ച് വരുത്തി അവരാരന്റെ വിളിച്ചു സെറ്റ് ചെയ്തോളൂ. അതെ വെള്ളം കുടിക്കാം. ഈ മനുഷ്യനെ നടക്കുകയല്ല. ഇവര് അവിടെ വെള്ളം ചോദിച്ചവർക്ക് നിങ്ങൾ വെള്ളം കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കും. ഇവരിന്ന് നിങ്ങളെ വെള്ളം കുടിച്ചാൽ ഇത് വെള്ളം എടുത്ത് ഞാൻ ഈ 10 രൂപ കുടിച്ചു നോക്കിയിട്ട് പറയണം കൊള്ളാമോ ഇല്ലെന്ന്. കുടിക്ക്. 10 രൂപയ്ക്ക് രാവിലെ ആരെങ്കിലും കൊടുക്കും വെള്ളം? എരിവുണ്ടല്ലോ അല്ലേ? ടേസ്റ്റ് ഇല്ലേ? 10 രൂപയ്ക്ക് ആരെങ്കിലും ഇതുപോലെ കൊടുക്കുവോ? ഞങ്ങള് മത്സരിക്കാനൊന്നുമില്ല. ഇതാ ഇവര് മറ്റേ ചായ, അത് ഇത് കാപ്പി, കപ്പ എന്തിനൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ അതിനൊന്നും ഇല്ല. നമ്മൾ ഇത് വെള്ളം കൊടുക്കാം. ഇതായിട്ട് വരുന്നവർക്ക് ഇത് വെള്ളം കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളില്ല. ഈ വെള്ളത്തിൽ ആരെങ്കിലും കുറ്റം പറയുക? വെള്ളമല്ലേ? സ്ത്രീ ആയതുകൊണ്ട് ചിലപ്പോ കൂടുതലാ ഈ പുള്ളിക്ക്. ആർക്ക് അടിച്ചു നോക്കുക. ഒന്നും എടുക്കാനില്ല. അറിയാവോ? എന്താ അറിയാന്ന്? നിങ്ങൾക്ക് മാത്രമേ ഇവിടെ വിൽക്കാവുന്നുള്ള. നിങ്ങൾക്ക് മാത്രമേ ഇവിടെ കൊടുക്കാം. ആർക്കും ചെയ്യല്ലോ. ഞങ്ങൾ അവിടെ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പതിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് അവിടെ പതിച്ചു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ പതിച്ചു തന്നിട്ടുണ്ടോ? ഞങ്ങൾക്കും തന്നിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ അവകാശം പറയണേ? നിങ്ങൾ മനുഷ്യനെ ജനിച്ചതാണെങ്കിൽ ഈ കടയിൽ തൊട്ട് അടുത്ത കട കൊണ്ട് വെക്കുവോ? ഈ കടയിൽ തൊട്ട് തന്നെ നടക്കും. പിന്നെ തമാശ പറഞ്ഞാലേ ഉള്ളൂ. ഈ കടയിൽ തൊട്ടാ എന്ത് ചെയ്യും? അതൊന്ന് വേറിട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടാ. പറഞ്ഞ അത് കൈ വെച്ചിരുന്നാൽ മതി. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾ 10 രൂപയ്ക്കാണ് വെള്ളം വിൽക്കുന്നത്. വെള്ളം എല്ലായിടത്തും റോഡിൽ അടിക്കാൻ പറ്റും. ആര് റോഡില്? നിങ്ങൾ ചുവല്ലേ അടിച്ചു നോക്ക്. നമ്മൾ ഇന്ന് തുടങ്ങിയ പരിപാടി ഒന്നും അല്ലത്. നിങ്ങൾ അതാണ് ഞങ്ങൾ ഇന്ന് തുടങ്ങിയതാണ്. അറിഞ്ഞിരുന്നല്ലേ? എന്തോ മോശം പരിപാടി. ഇത്ര ദിവസമായിട്ട് ഇവിടെ കച്ചവടം പോലും ഇല്ലാതെ ചെയ്ത ഒരു ചേട്ടാ, അവരുടെ കച്ചവടം നടക്കാത്തത് അവരുടെ കയ്യിലിരിപ്പോണ്ടായിരിക്കും. വെള്ളം കുടിച്ച് ഇത്രയും പേര് വെള്ളം കുടിച്ച് ആരെങ്കിലും നമ്മൾ കൊടുത്ത വെള്ളത്തിൽ എന്നെ കുറ്റം പറയട്ടെ. അല്ല, അവരിവിടെ കച്ചവടം ചെയ്യുന്നില്ല. അവിടെ വന്ന് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ മോശമായിട്ടുള്ള പരിപാടി. എന്താണ് മോശം? ഇപ്പൊ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അന്നേരം മുതൽ തുടങ്ങി വഴക്ക ഇവിടെ. എവിടെ നമ്മളാണെന്ന് പ്രശ്നം ഞങ്ങൾ അവിടെ വന്നപ്പോ നിങ്ങളല്ലേ ഇവിടെ ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല. ഉറക്കാൻ പറഞ്ഞില്ല. മര്യാദയുടെ പറഞ്ഞത് ഞങ്ങൾ അവിടെ വേസ്റ്റ് എല്ലാം പാത്രങ്ങളെല്ലാം കഴിയും അവിടെ വെച്ചാൽ കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഇവര് കൊണ്ട് വെച്ച് പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങോട്ട് വെള്ളം കുടിക്കാൻ ഇവിടെ വന്നവരെ വിളിച്ചോണ്ട് പോയതാ. ഒരു 5-6 പേർക്ക് അവിടെ വന്ന് വെള്ളം കുടിക്കും. പരിപാടിയാണ്. ഇത് ഒരു മാസമായിട്ട് നെറ്റ് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഈ പുള്ളിക്ക് ഇവരിവിടെ വന്ന് ഈ മേശ ഇട്ട് വെള്ളം കൊണ്ടുപോകും. 5-10 രൂപയ്ക്ക് വെള്ളം പള്ളിപ്പെരുന്നാളാ എന്തിനായിട്ട് ഞങ്ങൾക്ക് 10 രൂപയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ കാണിച്ച മോശം. എന്ത് മോശമാണ്? നിങ്ങൾ ഇവിടെ ഇരുന്നോ? ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇവിടെ കയറി ഇരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഞങ്ങളെ കഷ്ടപ്പെട്ട ഇവിടെ ചെയ്തിട്ട് ഒരു കോപ്പം. അത് വേണ്ട. അത്
എവിടെ എന്റെ അടുത്ത് കയറി ചിലക്കല്ല കേട്ടോ, അല്ല ചർച്ച എന്നെ അടിക്കും. ചിലക്കല്ല അടിക്കുവോ? അടിക്കില്ല, മൂക്കി തൊട്ടാ നമുക്ക് പോകാം ചേട്ടനൊക്കെ കാണിച്ച മോശം. ചേട്ടനൊക്കെ ഇവിടെ ഇപ്പൊ ഇന്ന് മാറിക്കും, എന്നാ കറിയ കട മാറ്റിക്കും. നീ ആരാണ്? ഞാൻ ഇവിടെ തന്നെ മാറ്റിക്കും കട മാറ്റിക്കും കട മാറ്റാൻ പറ്റില്ല, ആരെ എന്റെ കാര്യം പറിക്കാൻ പോവാ കട മാറ്റാൻ പറ്റൂല. കട മാറ്റാൻ പറ. മതി കച്ചവടം ഒന്നും നിങ്ങൾ കട എടുത്ത് മാറ്റി, അല്ല ഇവര് കച്ചവടം ഒരു കാര്യം ഞങ്ങൾ ഫസ്റ്റ് തൊട്ട് ഇവര് കച്ചവടം ചെയ്തല്ലേ ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് കച്ചവടം ചെയ്തോന്നുണ്ടോ? നിങ്ങളിപ്പോ ഇന്നങ്ങാണ്ട് വന്ന് നീ 10 രൂപയ്ക്ക് എന്തെങ്കിലും വെള്ളം മാറ്റി ചൂപ്പിയിട്ട് നീ സംസാരിക്കില്ലേ? അങ്ങനെ പറയണ്ട. നിങ്ങൾ പറയുന്നതിന് വെള്ളം മേടിച്ചോണ്ട് പൈസ തന്നിട്ടുണ്ട്. പൈസ തന്നിട്ടുണ്ട്. പിന്നെ കുടിച്ചിട്ട് നീ മാറാൻ പറയാൻ ഇത്ര അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ അത്രയും അങ്ങോട്ട് അവിടെയൊക്കെ നിരന്ന് കടയില്ലേ? അവര് പരിപാലിക്കാൻ വേണ്ടിയല്ലേ. ഒരു കടയുടെ അടുത്ത് ഒരു കട വെച്ചാലേ ചെലവ് വരുള്ളൂ. ഞങ്ങൾ അരി മേടിക്കാൻ വേണ്ടിട്ടാ, അല്ലെ ഞങ്ങൾ പുളുങ്കുരിന് വേണ്ടിട്ടാണ് താടി കൊണ്ടതാണ് നിങ്ങൾ ഒരു മാന്യത വേണ്ടേ? ഇത്രയും സ്പേസിൽ ഞങ്ങൾ ഇട്ടേക്കുന്നത് അല്ലയോ, അതുകൊണ്ട് അത്രയും സ്പേസിൽ ഞങ്ങൾ ഇട്ടേക്കുന്നത്. അങ്ങനെയാണോ ഒരു കച്ചവടം? പിന്നെ അതിനൊന്നും സംഭവിക്കാൻ പോയില്ല. എന്ത് മാന്യത? ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് നോക്കാനായിട്ട് വന്നു. സ്ഥലം നോക്കിയപ്പോ അവരവിടെ തീയിട്ട് ഞങ്ങൾ നോക്കിയിട്ട് പോയെടുത്ത് ചവറ് കൂട്ടി തീയിട്ട്. വില കുറച്ചില്ല. അതെന്ത് പരിപാടിയാണ്? എന്ത് പരിപാടിയാണ് കാണിച്ചത്? അല്ല ഞങ്ങൾ കൊട്ടി ഘോഷിച്ചിട്ട് ഞങ്ങൾ വരാം. അത് ഞാൻ പറഞ്ഞില്ല. മൈക്കിനകത്ത് അനൗൺസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചേച്ചി ഈ വലിയ വലിയ കടകൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെണ്ടമേളം ഒന്നും ചെയ്യാൻ പൈസ ഇല്ല. ചേട്ടാ ഞങ്ങൾക്ക് ചെണ്ടമേളവും ബാൻഡ് മേളവും നടത്തി ഒരു കട തുടങ്ങാനുള്ള സാമ്പത്തികമില്ല. എങ്കിൽ ഈ 10 രൂപയ്ക്ക് വെള്ളം കച്ചവടം ചെയ്യേണ്ട ഞങ്ങൾക്ക് കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാശുണ്ടായിരിക്കും ചെണ്ടവളം പൈസ ഇല്ല. ഇപ്പൊ എടുത്തോണ്ട് പോകുന്നുണ്ടോ? ഇല്ല, ഇല്ലേ, പോവില്ല. ഇല്ല. സാധനം എടുത്ത് നിലത്തടിക്കും. നിലത്തടിക്കും. ഇതിനെ ഞാൻ ചവിട്ടി പൂട്ടി ഇവിടെ തറയിടും. ഒന്നുമില്ല. എന്റെ കട അടിക്കുമെങ്കിൽ ഞാൻ ഇതിനെ അടിച്ച് പൊട്ടിക്കും. പൊട്ടിക്കോ? സംശയം ഉണ്ടോ? നീ മാറിക്കും. ചേട്ടൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതെല്ലാം മുക്കറക്കാര്, ഇതെല്ലാം ചെയ്യുന്നവരാ. ഇവർക്കെല്ലാം മൂക്കുണ്ടെങ്കിൽ ഞാൻ എന്തിനു വേണം? കട അടിച്ച് പൊട്ടിക്കാന്നുണ്ടെങ്കിൽ കട അടിച്ച് പൊട്ടി കട കുപ്പി എല്ലാം വാരി ഞാൻ ഇപ്പൊ റോട്ടി കയറി കണ്ടില്ലേ? ഇതെല്ലാം കൂടെ വാരി ഒറ്റ ക്രേറ്റിന് പിടിച്ചിപ്പോ റോട്ടി അടിച്ചടിക്കും. അതാഗ്രഹം എന്റെ കട അടിച്ച് പൊട്ടിക്കുക പിന്നെ ഞാൻ ചെയ്യാത്തുണ്ട്. എന്റെ കട അടിച്ച് പൊട്ടിക്കുക ഞാൻ എന്താണ് കാണിച്ചത്? ഞാൻ എന്താ കാണിച്ചേ? എന്നാ കാണിച്ചത്? എന്നെ കടയെല്ലാം അടിച്ചു പൊട്ടിച്ച നിനക്കെണ്ണം തരും. നീ ചോദിക്കണല്ല, ഞാൻ ചോദിക്കട്ടെ കേൾക്കണ്ടേ? ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാത്രം ഇവിടെ കച്ചവടം ചെയ്യാന്നുള്ള ഉള്ളോ? ഇല്ല, ഇല്ലല്ലോ. അവരും കച്ചവടം കഴിഞ്ഞ് വന്ന, അവരും കച്ചവടം കഴിഞ്ഞ് വന്ന ഇത് ഈ നിൽക്കുന്നവര് ആണ്, ഞങ്ങൾ അയൽവക്കക്കാരാ ആണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് എനിക്ക് അവിടെ കട തുടങ്ങാൻ പാടില്ലെന്നുണ്ടോ? ഉണ്ട്. എന്ത് നിങ്ങൾ കട തുടങ്ങി? ഞാൻ പറഞ്ഞില്ല ഈ വളവിനപ്പുറത്ത് ചെയ്തു. ഞങ്ങൾ ഒരു നിങ്ങൾക്ക് അവിടെ തൊട്ട് ഇതുവരെ നിങ്ങൾ വിലക്ക് വാങ്ങിച്ചേക്കാണോ? ഇല്ലല്ലോ. അത്ര വർത്താനം പറയും. അത്ര വർത്തനം എന്നാ കട അടിച്ച് പൊട്ടിച്ചാൽ എന്തിനാണ് ചോദിക്കുന്നത്? കട അടിച്ചു പൊടിച്ചോ? നിങ്ങൾ ഇനി എന്നാ ഉണ്ടാക്കിയാൽ ഞാൻ അടിച്ചു പൊടിക്കും. തന്നെ പൊട്ടിക്കോ? ആ പൊടിക്കും. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയണം. ഒരു കാര്യം പറയണ ആദ്യം കേൾക്കുന്നില്ല. പറയണത് കേൾക്കാൻ പറ്റൂല. ഈ പുള്ളിക്കാരി വയ്യാത്ത പുള്ളിക്കാരി. എനിക്ക് ഞാൻ പറയട്ടെ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. ഞാൻ പറയട്ടെ, വഴക്കുണ്ടാക്കാൻ വന്നതല്ല ചേട്ടാ. ഇപ്പം എല്ലായിടത്തും ഞാൻ പറഞ്ഞേക്ക്, എല്ലായിടത്തും ഒരു കടയുടെ കൂടെ അടുത്ത കടയൊക്കെ തുടങ്ങും. കാര്യം എന്ന് വെച്ചാൽ ഒരു കടയുടെ ഡെവലപ്പ് അനുസരിച്ചിട്ടാണ് മറ്റുള്ള കട. ചേച്ചി ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ്, അല്ലാതെ ഇത് കടയൊന്നും വെച്ച് കെട്ടാൻ നിന്നതല്ല. ചേട്ടാ ക്ഷമിക്കണം. ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരൊക്കെ അറിയായിരുന്നു. ഇവരെല്ലാം നമ്മളവിടെ വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങൾ തന്നെ അറേഞ്ച്മെന്റ് ചെയ്ത ആൾക്കാരാണ്. ഇവരെല്ലാം ഞങ്ങൾ പറഞ്ഞു ഓരോരുത്തരായിട്ട് വരണം. അത് കുഴപ്പമില്ല. അല്ല, നമ്മളങ്ങനെ അലപ്പിന് പോയിട്ടില്ല. ആരുമായിട്ട് ഒരു അലപ്പിന് നമ്മൾ പോയിട്ടുള്ള ആളല്ല. ഇത് ചതിയാ വല്ലാത്തൊരു ചതിയാ, വായ്ക്കുള്ള പുഞ്ചിരി മധുരം ഹൃദയം മുഴുവൻ കളിയാ. ഇവിടെ ഒരു ബിരിയാണി കട ഇറങ്ങി അപ്പുറത്തൊരു ബിരിയാണി കട വാങ്ങും. ഇവിടെ ആരാ ഇവിടെ ഒരു ബിരിയാണി കച്ചവടം അപ്പുറത്തൊരു ബിരിയാണി കട തുടങ്ങും. ഇതാണ് നമ്മുടെ ഇപ്പം ഇവിടെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഒരു അവയർനെസ് ആയിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തത്. എനിക്കറിയാം ചിലപ്പോ അടിച്ചാലോ കവർ
ചേട്ടാ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോയാണ്. ചേട്ടാ അറിയാലോ, ഒരു കട നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് ഒരുത്തൻ കൊണ്ട് വയ്ക്കും കട. അതായത് ആ കടയിലുള്ള ലാഭം നമുക്കൂടെ കിട്ടട്ടെ. അത് പരസ്പരം അസൂയാണോ എന്നറിയില്ല. പിന്നെ ബിസിനസിന്റെ ഒരു ടെക്നിക്ക് ഇപ്പോൾ അതാണ്. ഒരു ബിരിയാണി കട തുടങ്ങി അതിന്റെ ഇപ്പുറത്ത് 2-3 ബിരിയാണി കടകൾ തുടങ്ങും. ഒരാൾ 100 രൂപയ്ക്ക് കൊടുക്കും, ഒരാൾ 90 രൂപയ്ക്ക് കൊടുക്കും, 80 രൂപയ്ക്ക് കൊടുക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. എല്ലാവരും മത്സരങ്ങളാണ് ഇപ്പം. അതിനോട് ഇപ്പം ഗ്യാസും കിട്ടാനില്ല അല്ലേ? അപ്പോൾ ബിഗ് പ്രാങ്ക്സിന്റെ വകയായിട്ട് കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. പ്രാങ്ക്സ് നൽകുന്ന ക്യാഷ് പ്രൈസ് ഗ്രേസൺ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോണം മറ്റൊരുക്കാൻ നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. എന്തായാലും കട നല്ല രീതിയിൽ പോകട്ടെ, നല്ല ബിസിനസ് വരട്ടെ. ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ആശംസകൾ പറയുന്നു കേട്ടോ.